എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഞാനിപ്പോൾ ഇന്ന് രാത്രി ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പം ഇന്ന് കടയിൽ പോയപ്പോൾ നല്ല ചെമ്മീൻ കണ്ടു. അങ്ങനെ ചെമ്മീൻ വാങ്ങിയിട്ട് കലത്തിൽ നല്ല മുളകിട്ട് കറി വെച്ചിട്ടുണ്ട്. പിന്നെ ചോറുണ്ടാക്കി. ഇപ്പം മീൻ കറി ഉണ്ടെങ്കിൽ ചോറ് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പം അങ്ങനെ ചോറുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചെമ്മീൻ കറി. സംഭവം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനല്ല ഉണ്ടാക്കിയത്, ഇക്കാണ്. ഇത് പ്രവാസികളെ സ്പെഷ്യലായിട്ടുള്ള മീൻ കറിയാണ്. കാരണം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് സവാളയും പിന്നെ കുറച്ച് മുളക് പൊടി, പച്ചമുളക്, വേപ്പിലൊക്കെ ഇട്ടിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന കറിയാണ്. പക്ഷേ ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളിയാണ്. അത് ചോറിൻ്റെ കൂടെ കഴിക്കണം, ഈ വെള്ളച്ചോറിൻ്റെ കൂടെ. സംഭവം പൊളിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറ് വിളമ്പിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറി എടുത്ത് ഒഴിക്കാം. പിന്നെ വേറെ പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ കുറച്ച് അച്ചാർ എടുത്തിട്ടുണ്ട്. ഇത് ടൂൺ അച്ചാറാണ്. അപ്പോൾ നമ്മളിവിടെ റൂമിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ വീഡിയോ കാണുന്നവർ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഏകദേശം ഒരു 2-3 ആഴ്ച ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇരുന്ന് നല്ല അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി കഴിച്ച് നോക്കാം. മീൻചാറും ചോറും കൂടി കുഴച്ചിട്ട് അതിലേക്കൊരു അച്ചാറിൽ നിന്നൊരു പീസ് എടുത്തിട്ട്, ടൂണയുടെ ഒരു പീസ് എടുത്ത് അതിലോട്ട് വെച്ചിട്ട്, ആ ചെമ്മീനിൽ നിന്നൊരു പീസ് എടുത്ത് ചോറിലോട്ട് വെച്ചിട്ട് കഴിച്ച് നോക്കാം കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനാണ്. പിന്നെ അധികമൊന്നും വാങ്ങിയിട്ടില്ല, 1/2 കിലോ ആണ് വാങ്ങിയത്. അപ്പോൾ അത് വെച്ചിട്ട് കറി ഉണ്ടാക്കിയാൽ ഇന്ന് രാത്രിയും കഴിക്കാം. പിന്നെ അതുപോലെ ഓഫീസിൽ പോകുമ്പോൾ കൊണ്ടുപോവുകയും ചെയ്യാം. പിന്നെ എന്തായാലും കഴിച്ച് നോക്കാം കേട്ടോ. സംഭവം അടിപൊളിയാണ് കേട്ടോ. പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. മുളക് കറി വെച്ച് കഴിഞ്ഞാൽ പൊളിയാണ് ഇവിടെ. അത്യാവശ്യം പുളിയൊക്കെ ഇട്ടിട്ട്, കുടംപുളിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കുമ്പോൾ. പിന്നെ ചെമ്മീനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. നാടൻ ചെമ്മീനൊന്നുമല്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഫാമഡ് ചെമ്മീനാണ്. ചെമ്മീൻ കറിയുടെ ചാറിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ആ മീനിൻ്റെ ശരിക്കും അതിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടും. മറ്റുള്ള മീൻ പോലെയല്ല, അടിപൊളിയായിട്ടുണ്ട്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എരിവുണ്ട്. ഇപ്പോൾ മുളക് കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം എരിവുണ്ടാവുമല്ലോ. പിന്നെ അതുപോലെ തന്നെ അച്ചാറാണെങ്കിലും കുറച്ച് എരിവുണ്ട്. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള ഡിന്നറാണ് ഇന്നത്തെ. ഇപ്പോൾ രാത്രി അധികം സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ എന്താ ചെയ്യുക, നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ് സ്പൈസി ഫുഡ്. പിന്നെ മീൻ കറിയിൽ ഇട്ടിട്ടുള്ള സവാള ഉണ്ടല്ലോ, അതധികം വേവിച്ചിട്ടില്ല. ജസ്റ്റ് സവാള ഇട്ടിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയ കറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സവാള ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഏകദേശം ഇപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഒരു 10:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് പുറത്ത് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടാണ് ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കിയത്. പിന്നെ ഫുഡ് വന്നിട്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ ഏകദേശം എന്തായാലും ഒരു 10:30-11 മണിയൊക്കെ ആവും ഫുഡ് കഴിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിക്കാറില്ല. എന്തെങ്കിലും ലൈറ്റായിട്ടൊക്കെ എന്തെങ്കിലും കഴിക്കലുള്ളൂ. പിന്നെ നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടുമ്പോൾ അതുപോലെ രാത്രി ചോറുണ്ടാക്കിയിട്ട് കഴിക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെ മീൻ കറി കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കില്ല, ഡയറ്റ് കാര്യങ്ങളൊന്നും നോക്കില്ല, ഫുഡ് കഴിക്കും. പിന്നെ നമ്മൾ നാട്ടിലുണ്ടാക്കുന്ന കറിയും ഇവിടുത്തെ കറിയൊക്കെ നല്ല വ്യത്യാസമുണ്ട്. നാട്ടിലുള്ള പോലെ എന്തായാലും ഇവിടെ കിട്ടില്ല. പക്ഷേ ഇവിടെ വേറൊരു ടേസ്റ്റാണ്. ഇത് വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കണമെങ്കിലും നല്ല കിടിലൻ ടേസ്റ്റാണ്. പിന്നെ ഇപ്പോൾ വീഡിയോ ചെയ്യലാണെങ്കിലും കുറവാണ്. ഇപ്പം നമ്മളിതുപോലെ നല്ല ഫുഡൊക്കെ കഴിക്കുന്ന ടൈമിൽ ഇനിയിപ്പോൾ വീഡിയോ എടുത്ത് ചെയ്യാറുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.